നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ചിദംബരത്തിന് ഇസ്രത്ത് കുരുക്ക്. കാർത്തി ചിദംബരത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ പി ചിദംബരത്തെയും കോൺഗ്രസിനെയും വെട്ടിലാക്കി ഇസ്രത്ത് ജഹാൻ കേസിലെ വെളിപ്പെടുത്തലുകൾ. ഇസ്രത്തും കൂടരും ലഷ്കർ പ്രവർത്തകരാണെന്ന സത്യവാങ്മൂലം തിരുത്തിയതായ ആരോപണം രാഷ്ട്രീയായുധമാക്കി BJP. ആഭ്യന്തരമന്ത്രിയായിരിക്കെ പി ചിദംബരം ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർണായക സത്യവാങ്മൂലം തിരുത്തിയെന്ന വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് മുൻ ആഭ്യന്തര സെക്രട്ടറി GK പിള്ള. വിഷയത്തിൽ ചിദംബരവും മൻമോഹൻ സിംഗും വിശദീകരണം നൽകണമെന്ന് വെങ്കയ്യ നായിഡു. ആരോപണത്തിൽ പി ചിദംബരത്തെ പിന്തുണച്ച് കോൺഗ്രസ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ കോൺഗ്രസിനെ ലക്ഷ്യമിടുന്നെന്ന് സോണിയാഗാന്ധി. വിഷയത്തിൽ ചിദംബരം നേരത്തെ വിശദീകരണം നൽകിയതായും കോൺഗ്രസ് അധ്യക്ഷ. കനിവ് കാത്ത് കനയ്യ. JNU വിവാദത്തിൽ അറസ്റ്റിലായ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി ഇന്ന്. എന്നാൽ കനയ്യയെ അറസ്റ്റ് ചെയ്തത് വീഡിയോ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അല്ലെന്ന് ഡൽഹി പോലീസ്. അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും വാദം. കനയ്യകുമാറിനെതിരെ ഹാജരാക്കിയ വീഡിയോകൾ വ്യാജമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നത് ഇന്നലെ. ദൃശ്യങ്ങളിലെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെട്ട ഭാഗം കൂട്ടിച്ചേർത്തതെന്ന് കണ്ടെത്തൽ. വ്യാജമെന്ന് തെളിഞ്ഞത് പോലീസ് തെളിവായി സ്വീകരിച്ച 7 വീഡിയോകളിൽ 3 എണ്ണം. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. വേലിപ്പുറത്തെ വയ്യാവേലി. VSന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശയക്കുഴപ്പം തീർത്ത വയ്യാവേലിയിൽ CPM. പിണറായിക്കൊപ്പം മത്സരിച്ചാലും തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള നേതൃത്വത്തിൽ ഉറപ്പ് വേണമെന്ന നിലപാടിൽ VS. നിർണായക തീരുമാനങ്ങൾക്കായി ഇന്ന് പാർട്ടി സംസ്ഥാന സമിതി. VS മത്സരിക്കുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്ന നീരസം മയപ്പെടുത്തി സംസ്ഥാന ഘടകം. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ എതിർക്കേണ്ടെന്ന് തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു ഉറപ്പും നൽകാനാവില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ കറിവേപ്പിലയാക്കില്ലെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്ന് VS. ആവശ്യമുന്നയിച്ചത് ഇന്നലെ യെച്ചൂരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. VS കൂടി പങ്കെടുക്കുന്ന ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യവും ചർച്ചയാകും. ഊരാക്കൊടുക്കിൽ UDF. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അവകാശവാദത്തിലും സ്ഥാനാർത്ഥിത്വ മോഹികളുടെ കൂട്ടത്തിരക്കിൽ കുഴങ്ങിയും കോൺഗ്രസ്. പ്രാഥമിക ചർച്ചകളുമായി ഇന്ന് വൈകിട്ട് UDF യോഗം ചേരാനിരിക്കെ പരമാവധി സമ്മർദ്ദത്തിന് ശക്തി സംഭരിച്ച നേതാക്കൾ. UDFന് തലവേദനയാകുന്ന കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകം. കോൺഗ്രസ് അധിക സീറ്റ് നൽകിയാൽ ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന നിലപാടിൽ KM മാണി. സീറ്റ് മാത്രം കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് PJ ജോസഫ്. സഖ്യം വീണ്ടും സംഭവാമി. തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച അനിശ്ചിതത്വത്തിന്റെ ഇടവേള പിന്നിട്ട് BDJS. BJP സഖ്യത്തിൽ തീരുമാനത്തിനായി വെള്ളാപ്പള്ളിയും തുഷാറും ഡൽഹിയിൽ. മോദിയും അമിത്ഷായുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് BJP സംസ്ഥാന നേതൃത്വം പുറത്ത്. തിരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുമെന്ന് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. BJP 100 സീറ്റിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റുകൾക്കായി BDJS സമ്മർദ്ദം ചെലുത്തും. ഇന്ന് ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലും സഖ്യവിഷയം ചർച്ചയാകും. അതേസമയം BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. മത്സരിക്കാൻ ഇല്ലെന്ന നിലപാട് പുനഃപരിശോധിക്കാൻ മുതിർന്ന നേതാവ് O രാജഗോപാലിനോട് പാർട്ടി കേന്ദ്ര നേതൃത്വം. സീനിയർ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കാനും സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.